എനിക്കിങ്ങനെ ഒരു സാക്ഷിയായിരിക്കാൻ കർത്താവ് ഒരുക്കിയതിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പുഷ്പലീല. എനിക്ക് ഭർത്താവ്, 2 മക്കളുമുണ്ട്. മൂത്തത് മകനും രണ്ടാമത്തത് മകളുമാണ്. ഒരു കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പക്ഷേ ഞങ്ങൾ കത്തോലിക്ക സഭയിൽ പോകുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അപ്പം തിരുനൂറിടുന്ന പരിപാടി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ ദൈവം, ഈ സത്യ ദൈവം ആരെന്നറിയാണ്ടൊക്കെ വന്ന കർത്താവ് വഴി തുറന്നു. അതിന് മുഖാന്തരം ഒരുക്കിയത് എൻ്റെ മകൾക്ക് ഒരു നെഞ്ചുവേദനയുടെ പ്രയാസം വന്നു. എവിടെ പോയാൽ അവൾക്ക് സൗഖ്യം കിട്ടുമോ അങ്ങനെയൊക്കെ ഞങ്ങൾ കൊണ്ട് നടന്നു. അവസാനം ആ പോയ സ്ഥലങ്ങളിലൊന്നും അവൾക്ക് സൗഖ്യം വന്നില്ല. അവസാനം SUT ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ പൗലോസ് ഡോക്ടറെ കണ്ടു. അവൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറയുണ്ടായി, മരുന്നിലൊന്നും ഇത് ശരിയാവില്ല, ഓപ്പറേഷനിലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഓപ്പറേഷന് മാത്രം 40,000 രൂപ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ആ 40,000 രൂപ കൊടുക്കാനോ ഓപ്പറേഷൻ ചെയ്യാനോ അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അതിലോട്ട് ഞങ്ങൾ കടന്നില്ല. അങ്ങനെ ഞങ്ങൾ ഏറെ ഭാരപ്പെട്ട് വീട്ടിൽ പ്രയാസപ്പെട്ട് എന്ന് പറഞ്ഞാൽ കരച്ചിൽ തന്നെയായിരുന്നു. ആ സമയത്തൊരു ദൈവദാസൻ കടന്നു വന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ ഈ 40,000 രൂപ ആവുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 40 പൈസ പോലും ഇല്ലാതെ എൻ്റെ യേശുവപ്പൻ അവർക്ക് സുഖം തന്നു. അങ്ങനെ ആണ് ഞങ്ങൾ സത്യദൈവം ആരെന്നറിഞ്ഞ് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ബ്രസ്റ്റിലൊരു മുഴയുണ്ടായി. ആ മുഴ മാറ്റാൻ വേണ്ടിയിട്ട് പേരുക്കട ഹോസ്പിറ്റലിൽ കടന്നുപോയി. അപ്പോൾ ആ മുഴ മാത്രം ആദ്യം നീക്കി ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണെന്ന് അറിയാനിടയായി. എന്നാൽ റിസൾട്ട് വാങ്ങാൻ പോയത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഇതൊരു കാര്യവുമില്ല, രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാനിടയായി. പക്ഷെ അവരെന്നോടൊന്നും പറഞ്ഞില്ല. എനിക്ക് പക്ഷെ ആ മുഴയുടെ ഭാഗം വേദന ഉണ്ടായിരുന്നു. ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കിടക്കുമ്പോൾ ക്യാൻസർ ആണെന്ന് ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു. പക്ഷേ ഞാൻ അതിനെ ശാസിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടും വീണ്ടും അങ്ങനെ അതേ ശബ്ദം കേട്ടു. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ RCC കടന്നു പോകുന്നത് ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. അപ്പോൾ എന്തായിരുന്നാലും നോക്കി പോകാം എന്ന് എൻ്റെ ഭർത്താവിനോട് പറയാനിടയായി. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ അസുഖമാണെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ ചോദിച്ച് അവരുടെ അടുത്ത് അസുഖം പറഞ്ഞെന്ന് ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും അസുഖം കൊണ്ട് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പോകാൻ. ഓപ്പറേഷനും പിന്നെ RCCയിൽ പോകാനൊക്കെ ഭയങ്കരമായ പേടിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ദൈവദാസനും സഭയിലുള്ള 2-3 സഹോദരങ്ങളുമായിട്ട് വന്നു. രാത്രി 12-1 മണി വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവരെല്ലാവരും ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല. ഞാനൊരു സ്വപ്നവും കാണാനിടയായി. അതുകൊണ്ട് കണ്ടപ്പോൾ കുറേ കൂടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കർത്താവ് എനിക്കൊരു വചനം തന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ടെന്ന്. ആ വചനം എൻ്റെ അപ്പം തന്നു, ബലപ്പെടുത്തി. ആ ബലത്തോടുകൂടി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നു. പക്ഷെ അവരാരെയും കൂട്ടിനെ ഇരിക്കാൻ സമ്മതിക്കില്ല. അവർ ഒരു ഡ്രസ്സ് തന്നു. അത് ഉപയോഗിച്ചിട്ട്
പിറ്റേ ദിവസം എനിക്ക് ഓപ്പറേഷനാണ്. ആ ദിവസം രാത്രി എൻ്റെ കൂടെ പിറ്റേന്ന് ഓപ്പറേഷനുള്ള 2-3 പേരുണ്ടായിരുന്നു. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം എനിക്ക് ഓപ്പറേഷനാണ്. ഓപ്പറേഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ എൻ്റെ യേശുപ്പൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിച്ചു. അപ്പോൾ എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ഞാൻ പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഓപ്പറേഷൻ നടന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറേ 1 മണിക്കൂറോളം അതെനിക്ക് പിന്നെ അറിഞ്ഞൂടെ എത്ര സമയമാണെന്നോ എങ്ങനെയാണെന്നോ. കുറേ കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കാണാനിടയായി. വലിയൊരു പാറ, ഈ പാറയിൽ ഒരാൾ വന്നിട്ട് ഒരു പീസ് വെട്ടിയെടുത്ത് അതിനൊരു ഉപകരണമാക്കി തീർക്കുന്ന ഒരു കാഴ്ച എൻ്റെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് കുറേ കഴിഞ്ഞപ്പം വേദന, ഇങ്ങനെ കൊളുത്തി ഒലിക്കണൊരു വേദന, ഭയാനകമായൊരു വേദന ഉണ്ടായി. അപ്പോൾ ഞാൻ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കാല് ചലിപ്പിക്കാൻ നോക്കി, കഴിഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സ്വപ്നം കാണുന്നതാണോ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദന. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനടുത്ത് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് വേണ്ടി എന്തുമാത്രം വേദന സഹിച്ചു. ഇതെൻ്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞതും പിന്നെ എനിക്ക് വേദനയൊന്നും ഇല്ല. വീണ്ടും ഓപ്പറേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർമാരെ എന്നെ വിളിച്ചിട്ട് എനിക്ക് വിളി കേൾക്കാൻ കഴിയുന്നില്ല. എൻ്റെ അടുത്ത് കണ്ണു തുറക്കാൻ പറഞ്ഞു. കണ്ണു തുറന്നു. എൻ്റെ ശരീരത്തിൽ തട്ടിയിട്ട് പറഞ്ഞ് കണ്ണുറക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ വാർഡിലോട്ടാക്കി. അവിടെ 14 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. പക്ഷെ ആരെയും കൂടെ ഇരുത്തില്ല. വൈകിട്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം 2 പ്രാവശ്യം ആർക്കെങ്കിലും വന്ന് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ ഈ ദിവസം 14 ദിവസം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വിട്ടിട്ടും എനിക്ക് ശാരീരികമായിട്ടൊക്കെ വലിയ വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്ക് ഓരോ വചനങ്ങൾ തരും. അങ്ങനെ 27-ാം സങ്കീർത്തനത്തിൽ 1-ാം വാക്യം എനിക്ക് തന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അത്ഭുതമായ കരം എൻ്റെ മേൽ വന്നുകൊണ്ടേയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് 38-ാം ദിവസം ഞാനും എൻ്റെ മകളും എൻ്റെ ഭർത്താവും കൂടെ ഇങ്ങനെ കിച്ചണിലിരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കുറച്ചേ കഴിച്ചുള്ളൂ, എനിക്ക് കഴിക്കാൻ വേണ്ട. ഞാൻ പെട്ടെന്ന് പോയി കിടന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു കാഴ്ച കാണാനിടയായി. ആകാശത്തിൻ്റെ മധ്യേ ഒരു വലിയ പോത്തിൻ്റെ പുറത്തൊരു വലിയ മനുഷ്യൻ ഇരിക്കുന്നത് കണ്ടു. അതിങ്ങനെ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അതിനെ പ്രാർത്ഥിച്ചപ്പോൾ അത് കത്തി അങ്ങ് പോയി. പക്ഷെ 2-ാം തവണ വീണ്ടും ഇതേപോലെ ഈ വലിയൊരു പോത്തും അതിൻ്റെ പുറത്ത് വലിയൊരു മനുഷ്യനും ഇരിക്കുന്നു. പക്ഷേ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ കർത്താവിനടുത്ത് പറഞ്ഞു, കർത്താവേ, എനിക്കിതല്ലല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് കർത്താവ് എൻ്റെ അടുത്ത് ഒരു വലിയ പൊക്കമുള്ള ഒരു ഏണി കൊണ്ടുവച്ചു. ഈ ഏണിയിൽ 2 ദൂതന്മാരിങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കാണാനിടയായി. ഈ കണ്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും മോളും കൂടെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്കെന്തോ സംഭവിക്കാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും ഞാൻ കിടന്ന ആ ബെഡിൻ്റെ അടുത്ത് തന്നെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും, വിശുദ്ധ ദിവസം ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. എല്ലാവരും ആരാധനയ്ക്ക് പോകും. അതിന് മുന്നേയുള്ള ആഴ്ചകളിൽ വിശുദ്ധ സഭാരാധന ആരും മുടക്കാതെ എല്ലാവരും ചർച്ചിൽ പോയി. അന്ന് ആ
ഓപ്പറേഷൻ കഴിഞ്ഞ് 39ാമത്തെ ദിവസവും അവർ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ട് ആരാധനയ്ക്ക് പോയി. ആ ദിവസം രാവിലെ ഈ ഭക്ഷണമൊന്നും വേണ്ടായിരുന്നു. ഒരല്പം എന്തോ കഴിച്ചു, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ട് അവർ അപ്പനും മകളും കൂടെ ചർച്ചിൽ പോയി. വീട്ടിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്. അവിടെ ആരാധന നടന്നിരിക്കുമ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ഒരുപാട് പറ്റില്ല, ഒരല്പം പ്രാർത്ഥിക്കും, വീണ്ടും കിടക്കും. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് കുറേ തുണികളെല്ലാം അലക്കി പുറത്തിട്ടിട്ട് പോയി. ഞാൻ അതെല്ലാം പറക്കി വീടിനകത്തുകൊണ്ട് ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു ക്ഷീണം പോലെ വന്നു. ഞാൻ കിടന്ന റൂമിൽ തന്നെ പോയി സ്തോത്രം പറഞ്ഞ് കിടന്ന സമയത്ത് എൻ്റെ കണ്ണെല്ലാം ഇരുണ്ട് കയറി വല്ലാത്തൊരു ഇരുട്ടിൻ്റെ അനുഭവം വന്നു. ഛർദ്ദിക്കാൻ തുടങ്ങി. ആ റൂമിനകത്തുള്ള ആ ചുവരുകളെല്ലാം എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്ന ഒരവസ്ഥ പോലെ എനിക്ക് തോന്നി. കണ്ണു തുറക്കാൻ വയ്യ, ഛർദ്ദിൽ തുടങ്ങി. വീട്ടിലാരുമില്ല, മണിക്കൂറോളം ഛർദ്ദിച്ച്. പക്ഷെ അവിടെ ഒരു ഡിഷിരുന്ന് ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ നീക്കി വെച്ചിട്ട് അതിലിങ്ങനെ മണിക്കൂറോളം ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ബ്ലഡും വന്നു, കൊണ്ടയിൽ നിന്ന് വേണം ബ്ലഡും വന്നു. അങ്ങനെ ഛർദ്ദിലായിരുന്നു. പക്ഷെ എനിക്ക് പേടിയൊന്നും വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. എന്നിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളം എടുത്ത് ദൈവത്തോട് പറഞ്ഞ്, കർത്താവേ, നിനക്ക് ഹിതമാണെങ്കിൽ എനിക്കൊരു വിടുതൽ തരണമേ എന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു. കാരണം ഈ നിർത്താതെ ഇങ്ങനെ ഛർദ്ദിക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഞാൻ ഉണ്ടായത് മരിച്ചു പോകും. ആ ഒരവസ്ഥയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. എനിക്ക് പിന്നെ ഇരിക്കാനൊന്നും വയ്യ. പിന്നെ കിടന്ന് ഛർദ്ദിച്ചു. പിന്നെ ഈ ചുവരിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ബലമില്ല, അങ്ങനെ ചുവരിൽ കൈ കൊടുത്ത് അങ്ങനെ മണിക്കൂറുകൾ ഛർദ്ദിച്ചു. ഛർദ്ദിലൊന്നും ഒരു കുറവില്ല. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് മക്കളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ചിന്ത വന്നു. അപ്പോൾ എനിക്ക് വീണ്ടും തോന്നി, ഞാൻ ജീവിച്ചിരുന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ദൈവത്തിനല്ലേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചു. എന്നിട്ടും വീണ്ടും ഛർദ്ദിൽ തന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും കുറവില്ല. ഇങ്ങനെ മണിക്കൂറോളം ഛർദ്ദിച്ചു നിന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെയും ഒരു വചനം എന്നെ തന്നു. ഞാൻ മരിച്ചാൽ 1000 ആണ്ട് ദൈവത്തോടുകൂടെ മധ്യാകാശത്തിൽ വാഴാമല്ലോ എന്നൊരു വചനം എൻ്റെ കർത്താവ് എനിക്ക് തന്നു. അതിനുശേഷം എൻ്റെ വീട്ടിലുള്ളവരെക്കുറിച്ച് ആരെക്കുറിച്ചും എനിക്കൊരു ചിന്തയോ ഒരു പ്രയാസവും വന്നില്ല. എൻ്റെ കർത്താവ് ഇപ്പോൾ വരും, എന്നെ കൊണ്ടുപോകും എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനങ്ങ് ദൈവത്തോട് കൂടെ പോകാമല്ലോ ആ ചിന്തയിൽ സന്തോഷത്തോടെ അങ്ങനെ കിടക്കുകയായിരുന്നു. എന്നിട്ടും ഛർദ്ദിനൊരു കുറവില്ല, വീണ്ടും ഛർദ്ദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും ഞാൻ മരിച്ചു പോകും. പക്ഷെ ഇവർ രണ്ടുപേരും ചർച്ചിൽ പോയിരിക്കുകയാണ്. എങ്ങനെ അവരകത്ത് കയറും എന്ന് ഞാൻ ചിന്തിച്ചു. നടക്കാനൊന്നും വയ്യ. പതുക്കെ ഒരു 2 സെക്കൻഡ് അങ്ങനെ പോയിട്ട് ഡോർ കുറ്റിയിട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കി. അപ്പോൾ കുറ്റിയിട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അവർക്ക് വന്ന് കയറാൻ പറ്റും എന്ന് ഓർത്തിട്ട് വീണ്ടും വന്ന് കിടന്ന് വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദി ഇങ്ങനെ കൂടുതലായപ്പോൾ അങ്ങനെ എനിക്ക് പിന്നെ ഒട്ടും വയ്യാത്തൊരവസ്ഥയായി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ചർച്ചുണ്ടായിരുന്നു. അവിടെ നിന്നൊരു സഹോദരി വന്നു എന്നെ വിളിച്ചിട്ട് വിളിയേക്കാനൊന്നും വയ്യ. അവർ ഡോർ തുറന്നു വന്നിട്ട് ചോദിച്ചു, സുഖമില്ലെന്ന് ചോദിച്ചു. ഇല്ലയെന്ന് പറയാനും പറ്റുന്നില്ല. തലയാട്ടി അവർ പെട്ടെന്ന് അവിടുത്തെ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് വന്നു. അവരൊന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വെള്ളം തന്നിട്ടൊന്നും ഒരു സുഖവുമില്ല. വീണ്ടും ഛർദ്ദിൽ തന്നെ. ഈ സമയത്ത് അതന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ വന്നു. അവിടെ കുറേ പേര് അങ്ങായി. ഈ സമയത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ കുറച്ച് താഴെയാണ് മെയിൻ റോഡ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ വീട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് എന്താണ് ആൾക്കാർ നിൽക്കുന്നതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ മോളും അപ്പനും കൂടെ അവിടെ വീടിൻ്റെ താഴെ വന്നതും അവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിരിക്കുന്നു, വീട്ടിൽ ആൾക്കാരുണ്ട്. അങ്ങനെ പപ്പ ഓടാൻ ശ്രമിച്ചപ്പോൾ മോള് പറഞ്ഞു,
പപ്പ ഓടണ്ട, മമ്മിക്കൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. അവൾ പെട്ടെന്ന് വെയിൽ നോക്കി, വെയിലൊന്നുമില്ല. കുറേ കഴിഞ്ഞ് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്ററും ഭാര്യയും ഒരു നഴ്സും കൂടെ വന്നു എനിക്ക് പെട്ടെന്ന് ട്രിപ്പ് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രിപ്പ് തരാൻ നോക്കിയപ്പോൾ എനിക്ക് വെയിലില്ല, ട്രിപ്പ് തരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ശരീരമെല്ലാം തണുത്ത കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈ ദേവദാസൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് തന്നു. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ ഒരു വലിയ ശക്തി അങ്ങ് വ്യാപരിച്ചു. പക്ഷെ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ശരീരമെല്ലാം തണുത്തു പോയി, വല്ലാത്തൊരു അവസ്ഥയിലായി. പെട്ടെന്ന് തന്നെ കൈയും കാലുമൊക്കെ ഇങ്ങനെ തിരുമ്മി പുതച്ച് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഛർദ്ദിച്ചേയില്ല. ദേശപ്പൻ അങ്ങനെ അത്ഭുതമായൊരു വിടുതൽ അപ്പോഴെനിക്ക് കർത്താവ് തന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ പോകണം. കീമോ 6 കീമോയുണ്ട്. അപ്പോൾ ആ കീമോ എടുക്കണം. കീമോയ്ക്ക് പോയി. കീമോ എടുത്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് സാധാരണ മിക്കവാറും എല്ലാവർക്കും ഛർദിൽ കാണും. എനിക്ക് ഛർദിൽ മാത്രമല്ല, വയറിളക്കം കൂടെ ആയിരുന്നു. അങ്ങനെ ഓരോ കീമയ്ക്കും അങ്ങനെ തന്നെ. പക്ഷേ എനിക്ക് ഭയങ്കരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. വീട്ടിലാരും കാണില്ല. മക്കൾ 2 പേരും 2 സ്ഥലത്തുനിന്ന് പഠിക്കുന്നു. നമുക്കൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ കീമോ കഴിഞ്ഞൊരു 6-7 ദിവസം കഴിയുമ്പോൾ അമ്മ കടയിൽ പോകും വരും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കാൻ വരും. വന്നിട്ട് അവരങ്ങ് പോകും. പക്ഷേ മിക്കവാറും ഞാൻ മാത്രമായിരിക്കും. എൻ്റെ യേശുപ്പ എനിക്ക് ഓരോരോ വചനങ്ങൾ തന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് അവസാനം ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ ഛർദിലുണ്ടായി. ഇങ്ങനെ എന്നിട്ട് വയറിളക്കും പോയി ഒരു വല്ലാത്തൊരവസ്ഥയിലായി. വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ മലതുവരനെല്ലാം പുണ്ണായി. വേദനയെന്ന് പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഭയങ്കര അതികഠിനമായ വേദനയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുമ്പോൾ തന്നെ കർത്താവ് എനിക്കൊരു വചനം തന്നു. നീ ആരെയാണ് വിശ്വസിക്കുന്നത്, അവൻ നിൻ്റെ ഉപനിധി അവസാനത്തോളം സൂക്ഷിപ്പാൻ ശക്തനാണ്. ഞാൻ വിചാരിച്ചു ഇത് എവിടെ നിന്ന് വരുന്ന ശബ്ദം. പക്ഷെ എൻ്റെ ചെവിയിൽ കൂടി ഇങ്ങനെ ഒരു മന്ദമായ സ്വരത്തിൽ എൻ്റെ കർത്താവിനോട് സംസാരിച്ചു. അതിനുശേഷം എനിക്ക് ഏതൊരു പ്രയാസവുമില്ല. ദൈവം എന്നെ അത്ഭുതമായിട്ട് വിടുവിച്ചു എന്ന് ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ മക്കളുടെ നന്മകളും കണ്ട് സന്തോഷത്തോടെ ആയിരിക്കുന്നു. ആ വിടുതൽ തന്ന എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആരെങ്കിലും ക്യാൻസർ രോഗത്താലോ ഏത് രോഗമായാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം പോലും വേണ്ട. ജീവനുള്ള ദൈവം, സത്യദൈവം, കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതിലേതൊരു സംശയവുമില്ല. യഥാർത്ഥ ദൈവം യേശു തന്നെ. എന്നിട്ട് എനിക്കിപ്പോൾ ഈ അസുഖം വന്നിട്ട് 2005 2005 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ഈ പ്രയാസം ഉണ്ടായത്. ഇപ്പോൾ 20 വർഷം കഴിഞ്ഞ് എൻ്റെ ദൈവം എനിക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ നടക്കുവാൻ, ജോലികളെല്ലാം ചെയ്യുവാനൊക്കെ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്നലെയും എൻ്റെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഈ ചർച്ചിൽ ആരാധനയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരടുത്തും പറഞ്ഞില്ല. എനിക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷേ ദേവദാസൻ ചോദിച്ചു, ഞങ്ങൾ മലയം ചർച്ചിലാണ് പോകുന്നത്, ജെറിൻ പാസ്റ്ററാണ് ഞങ്ങളുടെ പാസ്റ്റർ. കഴുത്തിൽ മുഴയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേരുണ്ട്. അവിടെ ആൾക്കാരായിരുന്നു, സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എണീറ്റ് ആ ഭാഗത്ത് കൈവയ്ക്കാൻ പറഞ്ഞു. ദേവദാസൻ പ്രാർത്ഥിച്ചു. ആ വേദനയും മാറി. ആ മുഴയെ യേശുപ്പച്ച മാറ്റി. അവിടെ എൻ്റെ കർത്താവ് വലിയത് പ്രവർത്തിച്ചു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവം സൗഖ്യദായകനായ ദൈവമാണ്. അപ്പോൾ ഞാൻ ശരിക്കും
ഇത്ര വലിയ ദൈവം ഉണ്ടോന്ന് എൻ്റെ സഹോദരങ്ങളെ ഉണ്ട്. ഈ യേശുവിൽ വിശ്വസിക്കുക, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന ആരെയും ദൈവം തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവ് പെട്ടെന്ന് അറ്റാക്ക് വന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എന്നെ സഹായിക്കാനും ആരുമില്ലായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, നല്ല സുഖമില്ല. അതുവരെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കണ്ണിനോട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനായിരിക്കുമെന്ന്. പെട്ടെന്നൊരു ഓട്ടോ വിളിയെന്ന് പറഞ്ഞു. പക്ഷേ അടുത്തുള്ളൊരു സഹോദരി ഓട്ടോ വിളിച്ച് ഞങ്ങൾ നെയ്യാർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പം അറ്റാക്കായിരുന്നു. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നല്ലതാ, ഇവിടെ നിന്ന് പോണതിന് മുന്നേ ഞാൻ കർത്താവിനടുത്ത് പറഞ്ഞു, കർത്താവ് എനിക്കാരുമില്ല, നീയേ ഉള്ളൂ, എൻ്റെ കരങ്ങളിലേക്ക് അവർ സമർപ്പിക്കുന്നു, പൂർണ്ണമായൊരു വിടുതൽ ദൈവം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ചർച്ചിൽ വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുന്ന കുറേ സഹോദരങ്ങൾ ചർച്ചിലുണ്ട്, അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തായാലും അവിടെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു ICUലായി. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഒരു ദേവദാസൻ, എനിക്കറിഞ്ഞുകൂടാ ആ ദേവദാസൻ എവിടെ നിന്ന് വന്നെന്നോ ആരാണെന്നോ ഒന്നും അറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ വന്ന ആ പ്രയാസം ദൈവം മാറ്റി തന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴും പക്ഷെ അവർ ICUലാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം അവരുടെ അപ്പോഴത്തെ അവസ്ഥയെല്ലാം ദൈവം മാറ്റി അവർക്ക് പൂർണ്ണമായൊരു സൗഖ്യം ദൈവം തന്നു. ദൈവം സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവർക്ക് സുഖമില്ല എന്ന് മോനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ദൈവം എനിക്കൊരു വചനം തന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് അവരുടെ ചെവിയിലോട്ടൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ അവർ ചെവിയിലേട്ട് ഞാൻ ഈ വചനം മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓർമ്മയുള്ള സമയങ്ങളെല്ലാം ഇത് കേട്ട് ഞാൻ പറയും, ഇങ്ങനെ തന്നെ പറയാൻ പറഞ്ഞു, ദൈവം സൗഖ്യമാക്കുന്ന യഹോവ. ഇത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവ് അവരെ സൗഖ്യമാക്കി പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഭവനത്തിൽ വരുവാൻ ദൈവം ഇടയാക്കി. ആ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇതുവരെയും ഒരു ദോഷമില്ലാതെ കർത്താവ് പരിപാലിക്കുന്നു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതുവരെയും കാത്ത ദൈവത്തിന് നന്ദി. കാത്തു കൃപയിൽ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയിൽ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങിയുള്ളം നീറും നേരം, കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി. മമ മണാള നിൻ സ്നേഹത്താലേ, മമ മണാള നിൻ സ്നേഹത്താലേ നിറയും നേയൻ ഉള്ളാമിന്നേരം, നിറയും നേയൻ ഉള്ളാമിന്നേരം. ഇന്നയോ ഞങ്ങൾ ഒന്നുപോലെ നഷ്ടമാകാതെ കരുതിയ എൻ്റെ ദൈവത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ ഇരിക്കുന്നു. ഇതിന് അവസരമൊരുക്കി തന്ന ദൈവദാസിക്ക് ദൈവനാമത്തിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു നിർത്ത്. ഈ എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.